ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുറേ ദിവസമായില്ലേ ഒരു റെസിപ്പിക്ക് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് ഈ മസാലപ്പൊടികൾ ഒരു ഹാഫ് ഭാഗവും നമുക്കിതിലിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരിത്തിരി സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മസാല തേച്ച് വെക്കാം. ചിക്കന് നമുക്കൊരു അരമണിക്കൂറോളം വേണമെങ്കിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പെരിഞ്ചീരകവും പിന്നെ തേങ്ങാക്കൊത്തും ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്തും വറ്റൽമുളകും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പാകമായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ടൊരു 3 വലിയ സവാള നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. This feels like time is making fun of me, taking away at the walls and I can barely breathe. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ടൊരു 2 പഴുത്ത തക്കാളിയാണ്, അതും കൂടെ അരിഞ്ഞിടാം. ഞാനൊക്കെ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി വന്നപ്പോൾ കണ്ടൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കി, അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ട്. സൺഡേ ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് വെച്ച് ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് വെന്ന് തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാലയില്ലേ, അതും കൂടെ ആഡ് ചെയ്യാം. ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അതിൽ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട. നമുക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഇടാം. ഇത് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. We've been drinking, so now we're praying they don't find us, 'cause man we're wasted. Feels like time is making fun of me. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യത്തിന് അതിനുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് അടിപൊളി ചിക്കൻ പെരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഒരു സൺഡേ ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നുമല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒരു പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.